ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി ആണെങ്കിൽ രേവതിക്ക് സ്കൂട്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഷോറൂമിലേക്ക് പോവാണ്. അവിടെ വെച്ച് സച്ചി അറിയുന്നില്ല കേട്ടോ എന്ത് കളറാണ് രേവതിക്ക് ഇഷ്ടം എന്നുള്ളത്. അപ്പോൾ അവിടെ വെച്ച് രേവതിയെ വിളിക്കാം. രേവതി, എനിക്ക് ഏത് കളറാ കൂടുതൽ ഇഷ്ടം? അപ്പോൾ രേവതി പറഞ്ഞു കൊടുക്കും, എനിക്ക് ചെമ്പനീർ പൂവിൻ്റെ ചുവപ്പ് നിറാണ് സച്ചിയേട്ടാ ഇഷ്ടം എന്ന് പറയുമ്പോൾ സച്ചി ഫോൺ കട്ട് ചെയ്തിട്ട് ഏട്ടാ ആ വണ്ടി തന്നെ എടുത്തോ എന്ന് പറയണം കേട്ടോ. അതിനുശേഷം വീട്ടിലെത്തിയിട്ട് അച്ഛനെ ഫോൺ വിളിക്കാൻ കേട്ടോ സച്ചി. ഹലോ അച്ഛാ, ഞാനേ വീടിന് പുറത്ത് ഗേറ്റിന്റെ ഇപ്പുറത്ത് നിൽപ്പുണ്ട്. അച്ഛൻ എല്ലാരെയും കൂട്ടിയിട്ട് വേഗം വായോ എന്ന് പറയുമ്പോൾ രവിയും എല്ലാരും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ സച്ചിയാണെങ്കിൽ രേവതിയെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഞാനേ ഇവിടെ വെച്ച് ഒരു ഉദ്ഘാടനം നടത്താൻ വേണ്ടിയിട്ട് പോവാം, അതിന് വേണ്ടിയിട്ടാണ് എല്ലാരെയും ഇങ്ങോട്ടേക്ക് വിളിച്ചത് എന്നും പറഞ്ഞ ആ ഗേറ്റ് അങ്ങ് തുറക്കുന്ന നേരം ചുവപ്പ് കളറുള്ള ഒരു സ്കൂട്ടി മാലയൊക്കെ ഇടിപ്പിച്ച് അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇത് കാണുന്ന ചന്ദ്രയ്ക്കും ശ്രുതിക്കും ഒക്കെ ദേഷ്യം പിടിക്കുകയാണ്. അവിടെ വെച്ച് രവിയോട് സച്ചി പറയും, അച്ഛാ ഞാനിത് എൻ്റെ പൈസ കൊണ്ട് രേവതിക്ക് വാങ്ങിക്കൊടുത്തതാ, ഇനി ഇന്നു മുതൽ ഇതാ രേവതിയുടെ പൂക്കട എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ രേവതിയുടെ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. അങ്ങനെ ആ വണ്ടിയുടെ അടുത്തേക്ക് നമ്മുടെ രവി പോയി നോക്കി ഒന്ന് തൊട്ടൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് സച്ചി രവിയുടെ കയ്യിൽ ചാവി കൊടുക്കാൻ കേട്ടോ, രേവതിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രവി ചന്ദ്രയെ വിളിക്കുന്നുണ്ട്. ചന്ദ്രയ്ക്കാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് വയ്യ. എന്നിട്ട് ചന്ദ്രയും രവിയും കൂടെ ഒരുമിച്ചാണ് കേട്ടോ രേവതിക്ക് ആ ചാവി കൊടുക്കുന്നത്. രേവതിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് നിൽക്കുന്ന ഒരു അടിപൊളി പ്രൊമോ ആണ് കണ്ടിരുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.